ചായക്കട്ടൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈം ഇപ്പോൾ രാവിലെ 5 മണി കഴിഞ്ഞു. ഞാനുണ്ട്, നിത്യയുണ്ട്, ബോബിയുണ്ട്, ആൻസും ഉണ്ട്, പിന്നെ ചേച്ചിയും അച്ചാച്ചനും തിവാച്ചിയും കൂടെ ഉണ്ട്. നമ്മൾ നേരെ മേഘമലയാണ് പോകുന്നത്. പക്ഷേ തേനി ചെന്നിട്ട് അവിടെ നമ്മൾ നിന്നിട്ട് നാളത്തേക്ക് നമ്മൾ കയറത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി മേഘമലയുടെ കാഴ്ചകളിലേക്ക്. സോ നമ്മളത് തേനി എത്തി. ആക്ച്വലി മേഘമല പോകാൻ വേണ്ടിയുള്ള പ്ലാൻ നമുക്ക് വൺ ഡേ ട്രിപ്പ് നടക്കത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ തേനിയിൽ റൂം എടുത്തു. അപ്പോൾ തേനി വന്ന് നിൽക്കുക, വേറെ വഴിയില്ല. അപ്പോൾ പിന്നെ ഇന്ന് തേനി മൊത്തം ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് നാളെ രാവിലെ ഇവിടുന്ന് മേഘമല കയറാമെന്നുള്ള സെറ്റപ്പാണ്. തേനി എന്ത് പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. ഇവിടെ ഇപ്പം നിൽക്കുക. ഇത് തന്നെ തേനി. തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടം അല്ല, എന്തൊരു റിവർ വ്യൂ പോയിന്റ് എന്നും പറഞ്ഞ് കണ്ടിട്ട് വന്നു. പക്ഷേ ഒന്നുമില്ല, ഫുൾ ഡിസപ്പോയിൻമെൻറ്റ്. സ്ഥലം കണ്ട് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് ഇതേ നിൽക്കുന്നു 2 പേർ. എങ്ങനെയുണ്ടാ റിവർ വ്യൂ പോയിന്റ്? ഇവിടെ ഒരാളുണ്ട്, ഇതായിരിക്കും വണ്ടിക്കകത്ത്. ഇല്ല, 1-2 റീൽസിൽ കണ്ടു. പക്ഷെ എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഈ മൂവിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു തമിഴ്നാട്, നമ്മുടെ യൂഷ്വൽ തമിഴ്നാടല്ലേ, ടിപ്പിക്കൽ യാ. കുറച്ചും കൂടെ പോണോടാ. കേരളത്തിനോട് ഇത്രയും ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമല്ലേ, പക്ഷെ തമിഴ്നാടാണ് നമ്മുടെ. ഇവിടെ ആർക്കും ഹെൽമെറ്റും വേണ്ട, മിക്ക വണ്ടിക്ക് നമ്പർ പ്ലേറ്റും ഇല്ല അല്ലേ? ആരെയൊക്കെ വന്ന് വീട്ടിലിരിക്കും. അല്ല, വീട്ടില് വരണമെങ്കിൽ കേരളത്തിൽ വന്നിട്ട് എന്നെ പിടിക്കാൻ പറ്റത്തുള്ളൂ. മെയിൻ റോഡ് എത്തി. കുറച്ച് നല്ല റോഡായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് അങ്ങോട്ട് നല്ല റോഡാണ്.
ചേച്ചി ചേച്ചി ഇപ്പൊ കണ്ടപ്പോ ഒരു ആശ്വാസം ഇല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു മേഘമല? എവിടെ? How was it? Awesome. രണ്ടെണ്ണം ഉറങ്ങുന്നു. ബോബാ ആൻസു. How was മേഘമല? അതെ. മേഘമലയിൽ പോയതിന്റെ എക്സ്പീരിയൻസ് ആണ് ഇത്. കണ്ടു കടിച്ചിരിക്കുന്നു, ഒരു പൊരു കടിച്ചിരിക്കുന്നു. വണ്ടി ഓടിക്കുന്നു. ജോഷു, ഇവ സേ ഹായ്. ഹായ്. ഹലോ. എങ്ങനെ ഉണ്ടായിരുന്നു മേഘമല? കൊള്ളായിരുന്നോ? മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഏത് ഇന്നലെ ഇന്ന് നിന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? മേഘമലയാണോ? നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ ഇത്ര ഉണ്ടാവുമെന്ന്? ഈ തണുപ്പൊക്കെ ഉണ്ടാവും എക്സ്പെക്ട് ചെയ്തോ? ആ, അതാണ് ഇതിന്റെ ഭംഗി. ഓക്കെ, അപ്പൊ ഒരു ബൈ കൂടെ പറഞ്ഞേ. എല്ലാവർക്കും ബൈ. ജോഷിന്റെ ബൈ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഫൈനലി നാട്ടിലെത്തി. അത് നമ്മുടെ കഴക്കൂട്ടത്തുള്ള നമ്മുടെ പാലം കയറുമ്പോൾ ഉള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ. 2 ദിവസത്തേക്കാണ് മാറി നിന്നിരുന്നുണ്ടെങ്കിലും
തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഉള്ള ഒരു സുഖവും സന്തോഷവും ഇനി അടുത്ത ദിവസം തന്നെ പോയി ഒരു പറോട്ടയും ബീഫും ഒക്കെ കഴിക്കാന്നുള്ളത് നിർബന്ധ. സച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ സമയം 1 മണി. നമ്മള് നമ്മുടേതായ ആവശ്യങ്ങൾ